പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ്റെ മീനമാസത്തിലേക്കുള്ള ചാരവശാലുള്ള പ്രവേശനവും ശുഭാശുഭ ഫലങ്ങളുമാണ്. ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക. 12 രാശികളിലും സൂര്യൻ ഓരോ രാശികളിലും മാറി മാറി സഞ്ചരിച്ച് ഇപ്പോൾ സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സൂര്യൻ മീനൻ രാശിയിലേക്ക് പ്രവേശിച്ചത് 1201 മീനമാസം 1-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 15-ാം തീയതി കാലത്ത് 1 മണിക്കാണ്. ആ സമയത്തായിരുന്നു മീനരവി സംക്രമം നടന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി സൂര്യൻ ശത്രുക്ഷേത്രത്തിലായിരുന്നു, മകരത്തിലും കുംഭത്തിലും. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ബലം, സൂര്യൻ്റെ പ്രഭാവം ആരംഭിക്കുന്നത് മീനൻ രാശിയിൽ, സ്വന്തം സുക്ഷേത്രമായ മീനൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയം മുതലാണ്. ഏതായാലും ഈ മീനമാസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. മീനൻ രാശിയിൽ നിൽക്കുന്ന സൂര്യന് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ആശ്രയഫലം ഇപ്രകാരമാണ്: തോയോത്ഥ പണ്യ വിഭവ വനിതാധൃത അന്ത്യേ. ഇദ്ദേഹം വനിതകളാൽ ആദരിക്കപ്പെടും. 1. തോയോത്ഥ പണ്യ വിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങളിലൂടെ ഇദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ലഭിക്കും. അതിനാൽ ഈ മീനമാസം എന്ത് വന്നാലും ഗൾഫിൽ ഇന്ന് നേരിടുന്ന, മിഡിൽ ഈസ്റ്റിൽ നേരിടുന്ന ഇറാൻ അമേരിക്ക യുദ്ധത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം, വെള്ളത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ ഓയിൽ റിഫൈനറിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമാകും ഈ മീനമാസത്തിലെ സൂര്യനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യൻ മീനമാസത്തിൽ അങ്ങേയറ്റം അത്യുച്ചത്തിൽ രാശിയിലേക്ക്, ഉച്ചരാശിയിലേക്ക്, മേടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അതിനാൽ മീനത്തിൽ സൂര്യന് വളരെയധികം പ്രാധാന്യമുണ്ട്. സൂര്യൻ ചുട്ടുപൊള്ളുന്നൊരു ഗ്രഹമാണ്. അതിനാൽ തൻ്റെ പരിസരത്തിനെ മുഴുവനും എന്തു ചെയ്യും? തൻ്റെ രശ്മികളാൽ സൂര്യൻ അങ്ങേയറ്റം എന്ത് ചെയ്യും? പീഡിപ്പിക്കും. സൂര്യാതാപം ഏൽക്കേണ്ട സമയമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. നടന്നു പോകുമ്പോൾ പോലും സൂര്യരശ്മികൾ അതിൻ്റെ വല്ലാത്തൊരു അനുഭവത്തിലേക്ക്, ചൂടിലേക്ക് പ്രവേശിക്കുന്ന സമയമാണെന്ന് കൂടി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. ഇവിടെ നാം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ നിന്ന് 2 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് മീനം രാശിയിൽ തന്നെയാണ്. എവിടെയും സൂര്യൻ ലഗ്നത്തിലോ രാശിയിലോ നിൽക്കുമ്പോൾ മേടൻ രാശിയുടെ ആദ്യത്തെ 10 നാൾ വരെ, മേടം 10 വരെ ആണ് സൂര്യൻ അങ്ങേയറ്റം ശക്തി പറഞ്ഞിരിക്കുന്നത്. മറ്റെവിടെയും സൂര്യന് ബലം പറഞ്ഞിട്ടില്ല. ചിങ്ങൻ രാശിയിൽ സൂര്യൻ മൂലനക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ സൂര്യൻ ബലവാനാണ്. മറ്റെവിടെയും സൂര്യൻ ലഗ്നത്തിലോ അല്ലെങ്കിൽ രാശിയിലോ നിൽക്കുമ്പോൾ അതത്ര ശുഭമല്ല. ഇവിടെ മീനൻ രാശിക്കാർക്ക് സൂര്യൻ 6-ാം ഭാവാധിപനാണ്, രോഗാധിപനാണ്. രോഗാധിപനായ ഗ്രഹം ലഗ്നത്തിൽ നിൽക്കുമ്പോൾ, രാശിയിൽ നിൽക്കുമ്പോൾ പാപയ ലഗ്നഗതയെ പരാജയ ശിരോസംബന്ധമായ രോഗങ്ങൾ, പരാജയങ്ങൾ ഉണ്ടാവുക, ദുഃഖദുഷ്കീർത്തിയ, ദുഃഖങ്ങൾ ഉണ്ടാവുക, കീർത്തിക്ക് ദോഷം വരിക, വ്യാധ്യാദേനി ഇതര ക്രിയാഭിഗമനം സ്ഥാനച്യുതിഞ്ച ആപദം, സ്ഥാനചലനങ്ങൾ സംഭവിക്കുക, ആപത്തുകൾ ഉണ്ടാകും. ശാരീരികമായി സൂര്യൻ ശരീരത്തിൻ്റെ ഓറയിൽ മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ പലപ്പോഴും ബാലൻസിന് ബുദ്ധിമുട്ട്. ശ്രദ്ധിക്കണം, പ്രായമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് വീഴുക, ബാലൻസ് തെറ്റിപ്പോകുക, ഈ വക ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ സൂര്യൻ ഓവർ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. വളരെയധികം എക്സൈറ്റഡ് ആവുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ടെൻഷൻ ഉണ്ടാകും, ഹൃദയമിടിപ്പ് കൂടും. രോഗാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു. ഇവിടെ വ്യാഴക്ഷേത്രത്തിലാണ് എങ്കിലും സൂര്യൻ ഒരു രോഗാധിപനായി നിൽക്കുന്ന ക്ഷേത്രത്തിൽ അത്ര നല്ലതല്ല. തനുസ്തോരവിഷ് തുങ്കയഷ്ടിംവിധത്ത്, ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ വടിയെ പ്രദാനം ചെയ്യുമെന്നാണ്. ഒന്നുകിൽ ശരീരത്തിൽ ഒരു അധികാരം ലഭിക്കും, സൂര്യൻ ബലവാനാണ്. ഇവിടെ വ്യാഴക്ഷേത്രത്തിലെ സൂര്യനാണ്. തുങ്കയഷ്ടിം, വലിയ ഉന്നതമായ വടി പോലെ താൻ നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ശാരീരികമായി വടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മനസ്സന്ധവേ ധാരാതായാതവർ, തൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയും ഓർത്തിട്ട് തൻ്റെ മനസ്സ് തപിക്കും. കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ നോക്കുന്നത് 7-ാം ഭാവത്തിലേക്കാണ്.
ഏഴാം ഭാവം എന്താണ്? ദാമ്പത്യമാണ്, തൻ്റെ യാത്രയാണ്. ഇതിനൊക്കെ തടസ്സമുണ്ടാകും. മാനസികമായ അസ്വസ്ഥതകൾ ധാരാളമുണ്ട്. വപുപീഡ്യതയെ വാദപിത്തേന നിത്യം. വാദപിത്തങ്ങൾ കൊണ്ട് ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ വരും. വപുശ്ശേരി സവൈ പര്യടൻ, ഇദ്ദേഹം പര്യടനം യാത്ര ചെയ്യേണ്ടി വരും ധാരാളം. ഹ്രാസവൃദ്ധി പ്രയാതി, ഉയർച്ചയും താഴ്ചയും അനുഭവിക്കേണ്ടി വരും. ഇവിടെ സൂര്യൻ്റെ ഫലം ഒരു മധ്യമത്തിൽ തന്നെ എടുക്കണം. കാരണം രോഗാധിപനായ സൂര്യനാണ്. വളരെയധികം മാനസികമായ അസ്വസ്ഥതകൾ തന്നെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടാകുന്ന കാലമാണ്. വളരെയധികം സംഘർഷാത്മകമായി പോകും. ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ആരോഗ്യ വിഷയത്തിലെന്ന് പ്രത്യേകം പറയണം. നിർബന്ധമായും സ്വന്തം തൻ്റെ പേരിൽ നക്ഷത്രത്തിൽ കൂളമാല ജലധാര, അതിനുമപ്പുറം മൃത്യുഞ്ജയ ഹോമവും ചെയ്യണം നിർബന്ധമായും ഈ ഒരു മാസക്കാലം. നന്ദി, നമസ്തേ.